ഒരു കാര്യമാണ് മഹാനായ ആറ്റപ്പൂ. അഭിവന്ദരായ ആറ്റപ്പൂവിന്റെ ഓർമ്മകൾ നമ്മളിൽ നിന്ന് പിടിച്ചു മാറ്റപ്പെടാൻ പോലും കഴിയാത്ത വിധം ചേർന്നു നിൽക്കുന്നതാണ്. വന്ദരായ ആറ്റപ്പൂവിന്റെ മഹാനായ ഗുരുവര്യനാണ് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ. ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ ശംസുൽ ഉലമ താലിയ അവരോഹണത്തിന്റെ ഭാഗമായി കാസർകോട്ട് ഒരു ഭാഗത്ത് മഹാനായ ശംസുൽ ഉലമ കടന്നു വരുന്ന വേദിയിൽ മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുണ്ട്. അന്നത്തെ ചെറുപ്പക്കാരനായ തങ്ങൾ ഉൾപ്പെടെയുള്ള വേദി മുഴുവനും എഴുന്നേറ്റ് നിൽക്കുന്നു. ശംസുൽ ഉലമ കടന്നു വരുന്നു. ശംസുൽ ഉലമ വന്നിട്ട് മഹാനവറുകൾ ഇരിക്കാതെ അവിടെ തന്നെ നിൽക്കുന്നു. ആ നിൽപ്പ് കുറെ കഴിയുമ്പോൾ ആളുകൾക്കാകെ സംശയമായി. വേദിയും സദസ്സും ഒരുപോലെ നിൽക്കുകയാണ്. മറ്റൊരു കാര്യം മാത്രമാണ് ശംസുൽ ഉലമയുടെ മുമ്പിലുള്ളൂ. ശംസുൽ ഉലമ ഇരിക്കണമെങ്കിൽ മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇരിക്കണം. പാണക്കാട്ട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന തന്റെ ശിഷ്യൻ ഇരിക്കണം. ആ ശിഷ്യന്റെ മറ്റേതെങ്കിലും വലിപ്പ ചെറുപ്പല്ല. പാണക്കാട്ടെ മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിൽക്കവേ എനിക്ക് ഇരിക്കാനാവില്ലെന്ന് പറഞ്ഞ മഹാഗുരുവാണ് ഷെയ്ഖുന ശംസുൽ ഉലമ. അവസാനം ആരോ ചെന്ന് മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ പിടിച്ചിരുത്തുമ്പോഴാണ് ശംസുൽ ഉലമ എന്ന ജ്ഞാനേതിഹാസം അവിടെ ഇരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. ഇനിയിപ്പോ അങ്ങനെ എളുപ്പമൂപ്പങ്ങളെ കുറിച്ചുള്ള തർക്കങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ഇവിടെയൊക്കെ സമുദായം ഒരുമിച്ചു നടന്നതിന്റെ വലിപ്പങ്ങളാണ്. ആ സമുദായത്തിന്റെ അത്തരം മുന്നേറ്റങ്ങളിൽ ഈ പറയപ്പെടുന്ന യോജിപ്പിന്റെയും രഞ്ജിപ്പിന്റെയും അതുവഴി ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളാണ് നമ്മൾ എപ്പോഴും അനുഭവിച്ചത്. അവിടെ പ്രാർത്ഥനാ നിർഭരരായ ഒരു പണ്ഡിത സമൂഹം ഉണ്ടായി. കണ്യത്തുസ്താദിന്റെ പ്രാർത്ഥനയുണ്ടായി. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ പ്രാർത്ഥനയുണ്ടായി. മഹാനായ കെറ്റി മാനു മുസ്ലിയാർ. നിങ്ങൾ ഓർക്കണം, വെറുതെ ഒരു വർത്തമാനത്തിന് അങ്ങനെ പോകുന്ന ഒരാളല്ല കെറ്റി മാനു മുസ്ലിയാർ. ദിഷണാസമ്പന്നനായ പണ്ഡിതനായ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തെ കുറിച്ചുള്ള ചരിത്രപരമായ അറിവ് നേടിയ മഹാനായ കെറ്റി മാനു മുസ്ലിയാർ. പക്ഷേ കെറ്റി മാനു മുസ്ലിയാർ തന്റെ നെഞ്ചത്ത് അടക്കി പിടിച്ച ഒരു പതാകയാണ് ഈ ഹരിത പതാക എന്നുകൂടി നമ്മൾ ഓർക്കണം. ഈ ഹരിത പതാകയുടെ കൂടെ ഈ ഹരിത പതാക നെഞ്ചത്തടക്കി പിടിച്ചിട്ടാണ് മഹാനായ കെറ്റി ഉസ്താദ് മൗലാന കെറ്റി മാനു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ കേരളത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റത്തിൽ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ ഏറെക്കാലത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോ അവിടുന്ന് വഫാത്താകുന്ന നേരത്താണ് അത്രക്കൊന്നും സമസ്തയുടെ അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് തന്നെ പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരു സംഘടനയുടെ അന്നത്തെ പത്രം എഴുതിയത് കേരളത്തിന്റെ സമുദായത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് കെ ടി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ വരെ ആയിരുന്നു. അത്രമേൽ സാമുദായികമായി, അത്രമേൽ രാഷ്ട്രീയമായി, അത്രമേൽ ദാർശനികമായി ചിന്തിക്കാൻ കഴിഞ്ഞിരുന്ന കെ ടി ഉസ്താദ്. ആ കെ ടി ഉസ്താദും കെ കെ അബ്ദുള്ള മുസ്ലിയാരും നവ്വറല്ലാഹു മറാഖിദഹും അവരുടെ ശിഷ്യത്വവും അവരുടെ വാത്സല്യവും ഏറെ കിട്ടിയ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. ഒരു വലിയ ചെറിയ മനുഷ്യൻ. ഞാൻ ഓർക്കാണ്, ആ മനുഷ്യൻ ഇതുപോലെയുള്ള വേദികളിൽ നിന്ന് പ്രസംഗിച്ച ഓർമ്മ എന്റെ മുമ്പിലുണ്ട്. ആ മനുഷ്യൻ പിന്നെ മേലാറ്റൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റായി വന്ന മഹാനായ നാട്ടിക മൂസ മുസ്ലിയാർ, മഹാനായ നാട്ടിക മൂസ മുസ്ലിയാരാണ്. ആ ചെറിയ മനുഷ്യന്റെ പ്രസംഗങ്ങൾ കേൾക്കാത്ത ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ചെറിയൻ എന്ന് പറഞ്ഞതിനർത്ഥം ചെറുപ്പം എന്ന് പറയുന്നത് കേവലം ശരീരം കൊണ്ട് മാത്രമാണ്. വലിയ ആളായിരുന്നു. വലിയ രാഷ്ട്രീയമായി, സാമൂഹികമായി, ചരിത്രപരമായി ചിന്തിക്കാൻ കഴിഞ്ഞ ഒരാളായിരുന്നു. പക്ഷേ ആ മഹാനായ നാട്ടിക മൂസ മുസ്ലിയാർ ഈ ഹരിത പതാക പിടിച്ചു നടന്നിട്ടുണ്ട് എന്നതല്ല, ഈ ഹരിത പതാകക്ക് ശക്തി പകരാൻ അദ്ദേഹത്തിന്റെ നാവും തൂലികയും ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുകൂടി നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ മുന്നേറ്റത്തിന്റെ എവിടെയെങ്കിലും ഒരു ഛിദ്രത വരാത്ത വിധം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാകുന്നത്. കാരണം ഈ രഞ്ജിപ്പാണ്, ഈ ഐക്യമാണ്, ഈ തരത്തിലുള്ള മുന്നേറ്റമാണ് നമുക്കെല്ലാം നേടിയെടുക്കാൻ സാധിച്ചത്. പശ്ചിമ ബംഗാളിനെ ഞാൻ ആദ്യമേ താരതമ്യം ചെയ്യാൻ കാരണം അതാണ്. ബംഗാളിലേക്കൊന്നും പോകണ്ട, നമ്മൾ തമിഴ്നാട്ടിലൂടെ കർണാടകയിലൂടെ എങ്ങനെ യാത്ര ചെയ്താൽ നമ്മൾ അവിടെയൊക്കെ കാണുന്ന വളരെ പരിതാപകരമായ ഒരു മുസ്ലിം സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് ആ മുസ്ലിം സാഹചര്യം ഇവിടെ ഇല്ലാതായത്? രണ്ടു കാരണങ്ങളാണ്. ഒന്ന്, മതപരമായ ചിന്ത ഇവിടെ നിലനിന്നു. മതപരമായ അടിത്തറ നിലനിർത്തുന്ന വിധത്തിലുള്ള അതിനെ കൃത്യമായി പ്രയോഗവൽക്കരിച്ചു കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ ചിന്തയും നിലനിർത്തി. രണ്ടും ഉണ്ടായി. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ മുന്നേ നടക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ മതപരമായ കാര്യങ്ങൾക്ക് മുന്നേറ്റം നൽകിയിരുന്ന ആളാണ്. എന്നാൽ ആ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ, ഈ ഹരിത രാഷ്ട്രീയത്തിന്റെ വഴിയിൽ വരുന്നു.
ബാഫക്കി തങ്ങൾ ഏത് കളരിയിലാണ് പഠിച്ചതെന്നറിയോ? ആ കളരി മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദ എന്ന വലിയ മനുഷ്യന്റെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവാകുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എത്ര വലിയ ധിഷണാസമ്പന്നനായിരുന്നു പാങ്ങിൽ. നിങ്ങൾ ആലോചിക്കണം, ആ പാങ്ങിൽ മുസ്ലിം ലീഗിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, പ്രവർത്തക സമിതി മെമ്പറാണ്. KM മൗലവിയോടൊപ്പം മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതി മെമ്പറായി തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുണ്ട്. ആ പാങ്ങിലാണ് മദ്രസ വേണമെന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പഠിപ്പിച്ചത്. ആ ബാഫക്കി തങ്ങളാണ് മദ്രസയെ കുറിച്ച് പറഞ്ഞത്. ആ ബാഫക്കി തങ്ങളുടെ നിരന്തരമായ ശ്രമങ്ങളാണ് ഫറൂഖ് കോളേജിന്റെയും ജാമിയ നൂരിയയുടെയും 2 തരത്തിലുള്ള ജ്ഞാന ഗോപുരങ്ങളുടെ വികാസത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. ഒരു ഭാഗത്ത് ജാമിയ നൂരിയ, മറുഭാഗത്ത് അതുപോലെ തന്നെ ഫറൂഖ് കോളേജ്. ഫറൂഖ് കോളേജിന് മറ്റു പണ്ഡിതന്മാരായ മറ്റുള്ളവർ കൂടി പ്രവർത്തിക്കുമ്പോൾ അതിനേക്കാൾ ഏറെ പ്രവർത്തിച്ചുകൊണ്ടാണ്, അബൂ സലാഹ് മൗലവിയെ പോലെയുള്ള ആളുകളോടൊപ്പം തന്നെ പ്രവർത്തിച്ചുകൊണ്ടാണ് മഹാനായ ബാഫക്കി തങ്ങളും പ്രവർത്തിച്ചത്. അങ്ങനെ ആ രീതിയിൽ കടന്നു വന്ന